ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം ശ്രീമദ് മഹാഭാഗവതം സപ്തമസ്കന്ധം ചതുർത്ഥോ അധ്യായഃ. നാലാമത്തെ അധ്യായത്തിൽ ഹിരണ്യകശിപു ചെയ്ത ദേവദ്രോഹവും പിന്നീട് പ്രഹ്ലാദന്റെ ഗുണവർണ്ണനവും. ഒന്നാമത്തെ ശ്ലോകം. നാരദ ഉവാച. നാരദ മഹർഷി പറയുകയാണ്, ഏവം വൃതഃ ശതധൃതിഃ ഹിരണ്യകശിപോഃ അധ പ്രാദാത് തത് തപസ്സാ പ്രീതഃ വരാൻ തസ്യ സുദുർലഭാൻ. ഏവം ഇപ്രകാരം ഹിരണ്യകശിപോഃ വൃതഃ ഹിരണ്യകശിപുവിനാൽ വരം യാചിക്കപ്പെട്ട ശതധൃതിഃ ബ്രഹ്മദേവൻ തത് തപസ്സ അവന്റെ തപസ്സുകൊണ്ട് പ്രീതഃ സന്തുഷ്ടനായിട്ട് സുദുർലഭാൻ ഏറ്റവും ദുർലഭങ്ങളായ വരങ്ങളെ തസ്യ അവന് അഥ തൽക്ഷണം തന്നെ പ്രാദാത്ത് കൊടുത്തു. ബ്രഹ്മാവ് പിന്നെ ഒന്നും ആലോചിച്ചില്ല. അവിടെ ദേവന്മാർ പറഞ്ഞ വാക്കുകളൊന്നും വിലപ്പോയില്ല. ബ്രഹ്മ ഉവാച. രണ്ടാമത്തെ ശ്ലോകം. താത ഇമേ ദുർലഭാഃ പുംസാം യാൻ വൃണീക്ഷേ വരാൻ മമ തഥാപി വിതരാമി അംഗ വരാൻ യദപി ദുർലഭാൻ. ഹേ താത, മകനെ, മമ എന്റെ അടുക്കൽ നിന്ന് യാൻ വരാൻ യാതൊരു വരങ്ങളെ നീ വൃണീഷേ വരിക്കുന്നുവോ, നീ ആഗ്രഹിക്കുന്നുവോ, ഇവയെല്ലാം പുംസാം ദുർലഭാഹ സാധാരണ മനുഷ്യർക്ക് അല്ലെങ്കിൽ ഏത് കുലത്തിൽപ്പെട്ടവർക്കും ദുർലഭാഹ ലഭിക്കാൻ പ്രയാസമുള്ളവയാണ്. തഥാപി എങ്കിലും നീ ചെയ്ത ഈ തപസ്സിന്റെ ആ കാഠിന്യം ഓർത്തിട്ട് ഹേ അംഗ പ്രിയങ്കരനെ, ദുർലഭാൻ യദപി ലഭിക്കാൻ പ്രയാസമുള്ളവയാണെന്നിരിക്കലും വരാൻ വിതരാമി ആ വരങ്ങളെ ഞാൻ ഇതാ നിനക്ക് തരുന്നു. മൂന്നാമത്തെ ശ്ലോകം. തതോ ജഗാമ ഭഗവാൻ അമോഘ അനുഗ്രഹഃ വിഭുഃ പൂജിതഃ അസുരവര്യേണ സ്തൂയമാനഃ പ്രജേശ്വരൈഃ. തതഃ അതിനുശേഷം അമോഘ അനുഗ്രഹഃ വ്യർത്ഥമാവാത്ത അനുഗ്രഹത്തോടു കൂടിയവനും ഭഗവാൻ സമസ്ത ഐശ്വര്യാദി ഗുണത്താൽ ഗുണം ഉള്ളവനുമായിട്ടുള്ള വിഭുഹു ആ ബ്രഹ്മദേവൻ അസുരവര്യേണ പൂജിതഃ അസുരശ്രേഷ്ഠനായ ഹിരണ്യകശിപുവിനാൽ പൂജിതനായിട്ട്, അതുപോലെ തന്നെ പ്രജേശ്വരൈഹി പ്രജാപതിമാരായ മരീചി തുടങ്ങിയവരാൽ സ്തൂയമാനഃ സ്തുതിക്കപ്പെട്ടുകൊണ്ടും അവിടെ നിന്ന് ജഗാമ തിരിച്ച് ബ്രഹ്മലോകത്തിലേക്ക് പോയി. നാലാമത്തെ ശ്ലോകം. ഏവം ലബ്ധവരഃ ദൈത്യഃ ബിഭ്രത് ഹേമമയം വപുഃ ഭഗവതി അകരോത് ദ്വേഷം ഭ്രാതുഃ വധം അനുസ്മരൻ. ഏവം ഇപ്രകാരം ലബ്ധവരഃ വരം ലഭിച്ചവനും ഹേമമയം തങ്കക്കട്ടി പോലുള്ള വപുഹു ശരീരത്തെ ബിഭ്രത് ഭരിക്കുന്നവനും ആയിട്ടുള്ള ദൈത്യഃ ആ അസുരൻ. ഇപ്പോൾ ആ ബ്രഹ്മാവിന്റെ കമണ്ഡലുവിൽ നിന്നുള്ള ജലം തളിച്ചതോടെ പൂർവാധികം പുഷ്ടിയോടുകൂടിയ ആ ശരീരം തപസ്സിനാലുള്ള ആ കാന്തി കൊണ്ട് അങ്ങനെ തങ്കക്കട്ടി പോലെ തിളങ്ങുകയായിരുന്നു. ഇങ്ങനെയുള്ള ആ ഹിരണ്യകശിപു ഭ്രാതുഹു വധം അനുസ്മരൻ സഹോദരന്റെ വധത്തെ അനുസ്മരിച്ചുകൊണ്ട്, ഹിരണ്യാക്ഷന്റെ വധത്തെ അനുസ്മരിച്ചുകൊണ്ട് ഭഗവതി ഭഗവാൻ വിഷ്ണുവിൽ ദ്വേഷം അകരോത് വിരോധത്തെ പ്രകടമാക്കി. ഇവിടെ ഭഗവാന്റെ ഒരു ലീലയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഒരു തരത്തിലും കൊല്ലാൻ സാധിക്കില്ല എന്ന ഒരു ചിന്ത വരുമ്പോഴാണ് അസുരന്മാർക്ക് ബലം കൂടും, അഹങ്കാരം കൂടും. അങ്ങനെ ആ അഹങ്കാരത്തിന്റെ പരകോടിയിൽ നിൽക്കുന്ന അവനെ കൊല്ലാൻ ഒരു രസം. അതാണ് ഭഗവാന്റെ ലീല.
അവൻ പോലും പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ അവനെ വന്ന് കൊല്ലുമ്പോഴാണ് ഭഗവാൻ ഒരു രസം. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരിക്കലും നടക്കില്ല, അല്ലെങ്കിൽ ഒരു തരത്തിലും ഞാൻ വധിക്കപ്പെടില്ല എന്ന രീതിയിലുള്ള വരമൊക്കെ മേടിക്കുന്നത്, ബ്രഹ്മാവ് അത് കൊടുക്കുന്നതും ഭഗവാന് ഇവിടെ അസാധ്യമായിട്ടൊന്നുമില്ല എന്ന് അറിയാവുന്നത് കൊണ്ടാണ്. തന്നെ ജയിക്കാൻ ഇനി ഈ 3 ലോകത്തിലും ആരുമില്ല എന്ന് മനസ്സിലാക്കിയ ആ ഹിരണ്യകശിപുവിന്റെ പരാക്രമമാണ് 5, 6, 7 ശ്ലോകങ്ങളിലായിട്ട് പറയുന്നത്. സഹ വിജിത്യ ദിശഃ സർവാ ലോകാൻശ്ചത്രീൻ മഹാസുരഃ ദേവ അസുര മനുഷ്യ ഇന്ദ്രാൻ ഗന്ധർവ ഗരുഡ ഉരകാൻ സിദ്ധചാരണ വിദ്യാന്ത്രാൻ ഋഷീൻ പിതൃപതീൻ മനൂൻ യക്ഷ രക്ഷ പിശാച ഈശാൻ പ്രേത ഭൂതപതീൻ അഥ സർവസത്വപതീൻ ജിത്വാ വശം ആനീയ വിശ്വജിത് ജഹാര ലോകപാലാനാം സ്ഥാനാനി സഹ തേജസാഹ. അങ്ങനെ അസുരശ്രേഷ്ഠനായ മഹാസുരഹ സഹ അവൻ സർവാഹ ദിശഃ എല്ലാ ദിക്കുകളെയും, ത്രീൻ ലോകാൻ 8 ദിക്കുകളെയും 3 ലോകങ്ങളെയും വിജയിച്ചു. അങ്ങനെ വിജയിച്ചപ്പോൾ അവന്റെ അധീനതയിലായവരാണ് ദേവന്മാർ, അസുരന്മാർ, മനുഷ്യർ, ഗന്ധർവന്മാർ, ഗരുഡന്മാർ, നാഗദേവന്മാർ, സിദ്ധന്മാർ, ചാരണന്മാർ, വിദ്യാധരന്മാർ, ഋഷിമാർ, പിതൃക്കൾ, മനുക്കൾ, യക്ഷരക്ഷസുകൾ, പിശാചന്മാർ, ഇവരുടെയൊക്കെ നായകന്മാർ. അവരെ മാത്രമല്ല, അവരുടെയൊക്കെ നായകന്മാരെയാണ് അധീനതയിലാക്കിയത്. അപ്പോൾ പിന്നെ അവരുടെ അനുയായികൾ പിന്നെ ഒന്നും ചെയ്യില്ല. ഭൂതനാഥന്മാർ, പ്രേതനാഥന്മാർ, ഇങ്ങനെ സർവസത്വപതീൻ സകല പ്രാണികളുടെ തലവന്മാരെയും ജിത്വ കീഴടക്കി എല്ലാവരെയും തൻ്റെ വശം സ്വാധീനതയിലേക്ക് ആനീയ കൊണ്ടുവന്നിട്ട് വിശ്വജിത് വിശ്വവിജയിയായിട്ട് ലോകപാലാനാം സ്ഥാനാനി ലോകപാലന്മാരുടെ സ്ഥാനങ്ങളെ തേജസാ സഹ അവരുടെയൊക്കെ വൈഭവത്തോടുകൂടെ, അവർക്കൊന്നും പിന്നെ ഒരു കഴിവുമില്ലാത്തതുപോലെ അവരുടെ ആ വൈഭവത്തെയും ജഹാര അപഹരിച്ചു. എല്ലാവരെയും തൻ്റെ അധീനതയിലാക്കിയിട്ട് നേരെ ഇന്ദ്രലോകത്ത് ചെന്ന് അവിടെ വസിക്കുകയാണ്. 8ാമത്തെ ശ്ലോകം. ദേവ ഉദ്യാനശ്രിയാജുഷ്ടം അധ്യാസ്തേ സ്മത്രിവിഷ്ടപം മഹേന്ദ്രഭവനം സാക്ഷാത് നിർമ്മിതം വിശ്വകർമ്മണ ത്രൈലോക്യ ലക്ഷ്മി ആയതനം അധ്യുവാസ അഖില ഋദ്ധിമത്. ദേവോദ്യാനശ്രിയാജുഷ്ടം നന്ദനവനത്തിന്റെ പരിശോഭയോട് ഒത്തുചേർന്ന ത്രിവിഷ്ടപം സ്വർഗലോകത്തെ അധ്യാസ്തേ സ്മ തൻ്റെ അധിവാസ സ്ഥാനമാക്കി. സാക്ഷാത് വിശ്വകർമ്മണ ആ വിശ്വകർമാവിനാൽ നിർമ്മിതം പണി ചെയ്യപ്പെട്ടതും ത്രൈലോക്യ ലക്ഷ്മി ആയതനം 3 ലോകത്തിൻ്റെയും ഐശ്വര്യത്തിന് ആവാസകേന്ദ്രമായതും അഖില ഋദ്ധിമത് സകല സമൃദ്ധികളും ഉള്ളതായ ആ മഹേന്ദ്ര ഭവനം, ദേവേന്ദ്രന്റെ വാസസ്ഥാനത്തെ, ആ വാസഭവനത്തെ അധ്യുവാസ അധിവസിച്ചു. അവിടെ അങ്ങനെ അധിവസിച്ച് കഴിയുകയാണ്. ഇനിയുള്ള 3 ശ്ലോകങ്ങളെ കൊണ്ട് ആ മഹേന്ദ്ര ഭവനത്തിന്റെ പ്രൗഢിയെയാണ് വർണ്ണിക്കുന്നത്. 9ാമത്തെ ശ്ലോകം. യത്ര വിദ്രുമസോപാനാഹ മഹാമാരകതാ ഭുവഃ യത്ര സ്ഫാടികകുഡ്യാനി വൈഡൂര്യസ്തംഭപങ്ക്തയഃ. 10. യത്ര ചിത്രവിതാനാനി പദ്മരാഗ ആസനാനി ച പയഃ ഫേനനിഭാഃ ശയ്യ മുക്താദാമ പരിച്ഛദാഃ. 11. കൂജദ്ഭിഃ നൂപുരൈഃ ദേവ്യഃ ശബ്ദയന്ത്യഃ ഇതസ്തതഃ രത്നസ്ഥലീഷു പശ്യന്തി സുദതീഃ സുന്ദരം മുഖം. അപ്പോൾ നമ്മൾ എപ്പോഴും ഇന്ദ്രലോകമെന്നും ഇന്ദ്രന്റെ സിംഹാസനം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതെന്താണ്, എങ്ങനെയാണെന്ന് ഏകദേശം ഒരു വർണ്ണനയാണ്. എത്ര യാതൊരിടത്താണോ വിദ്രുമ സോപാനാഹ അങ്ങോട്ടേക്ക് കയറുന്ന പടികൾ തന്നെ പവിഴക്കല്ലുകൊണ്ടുണ്ടാക്കിയതാണ്. ഭുവഹ അകത്തളങ്ങൾ മഹാമാരകതാഹ വിശേഷപ്പെട്ട മരതക കല്ലുകൾ പതിച്ചവയാണ്. എത്ര യാതൊരിടത്ത് സ്ഫാടിക കുഡ്യാനി, കുഡ്യം എന്നാൽ ഭിത്തികൾ, ഭിത്തികളെല്ലാം സ്ഫടിക നിർമ്മിതങ്ങളാണ്. വൈഡൂര്യ സ്തംഭപങ്ക്തയഃ വൈഡൂര്യം കൊണ്ടുണ്ടാക്കിയ തൂണുകൾ അങ്ങനെ നിരനിരയായി നിൽക്കുന്നു. എത്ര ചിത്രവിതാനാനി
യാതൊരിടത്ത് ചിത്രാങ്കിതങ്ങളായ മേൽക്കെട്ടുകൾ, പത്മരാഗ ആസനാനി, പത്മരാഗം കൊണ്ട് നിർമ്മിച്ച ഇരിപ്പിടങ്ങൾ, പയഭേന നിഭാഹ ശയ്യാഹ, പാൽനുര പോലെയുള്ള പൂമെത്തകൾ, മുക്താദാമ പരിച്ഛദാഹ, മുത്തുമാലകൾ കൊണ്ടുള്ള തൊങ്ങൽ വിധാനങ്ങൾ, അലങ്കരിച്ചങ്ങനെ എല്ലാ മുറികളും അലങ്കരിച്ചിരിക്കുന്നു. സുദതീഹി ദേവ്യഹ, സുന്ദരികളായ ദേവസ്ത്രീകൾ, കൂജദ്ഭിഹി, കിലുങ്ങുന്ന നൂപുരൈഹി, കാൽച്ചിലങ്കകളാൽ, ഇതസ്തതഹ, അങ്ങുമിങ്ങും ശബ്ദയന്ത്യഹ, പ്രതിധ്വനിപ്പിച്ചുകൊണ്ട് നടക്കവേ, സുന്ദരം മുഖം, അവരുടെ അഴകാർന്ന മുഖത്തെ, രത്നസ്ഥലീഷു, മണിമയങ്ങളായ സ്ഥലങ്ങളിൽ, പശ്യന്തി, അവിടെ നിന്ന് കണ്ണാടി നോക്കും. ഇത് എല്ലാവർക്കുമുള്ള ഒരു സ്വഭാവമാണ്. എവിടെയെങ്കിലും ഒരു കണ്ണാടി കണ്ടാൽ നമ്മൾ അറിയാതെ ഒന്ന് മുഖം നോക്കി എല്ലാം ഓക്കെ അല്ലേ എന്ന് നോക്കും. ഇതേപോലെ തന്നെ ആ അപ്സര സ്ത്രീകൾ അവിടെ ഇവിടെ ഇങ്ങനെ നടക്കുമ്പോൾ ആ ഭിത്തികളൊക്കെ സ്ഫടികമയം ആയതുകൊണ്ട് ആ ഭിത്തി നോക്കിയാൽ മതി, കണ്ണാടി നോക്കിയതുപോലെയാണ്. അങ്ങനെ അവിടെയൊക്കെ ഇങ്ങനെ കണ്ണാടി നോക്കി രസിക്കുമായിരുന്നു. അങ്ങനെ ഹിരണ്യകശിപു ദേവലോകം ഭരിക്കുന്ന ആ സമയത്ത് ദേവന്മാരൊക്കെ ആജ്ഞാനുവർത്തികളായി അവന്റെ കാലൊക്കെ തഴുകിക്കൊടുത്ത് അങ്ങനെ ജീവിക്കുകയാണ്. അതാണ് 12ാമത്തെ ശ്ലോകം. തസ്മിൻ മഹേന്ദ്രഭവനെ മഹാബലോ മഹാമനാഹ നിർജിത ലോക ഏകരാട് രേമേ അഭിവന്ദ്യ അംഘ്രിയുഗഃ സുരാദിഭിഃ പ്രതാപിതൈഃ ഊർജിത ചണ്ഡശാസനഃ. തസ്മിൻ, അങ്ങനെയുള്ള മഹേന്ദ്രഭവനെ, ഈ ദേവേന്ദ്രന്റെ രാജധാനിയിൽ, മഹാബലഃ മഹാമനാഹ, മഹാശക്തിശാലിയും ഉറച്ച മനസ്സുമുള്ള, നിർജിത ലോകഃ, ലോകവിജേതാവും, ഏകരാട്, ഏകാധിപതിയുമായ ഹിരണ്യകശിപു, പ്രതാപിതൈഹി, സ്വന്തം പ്രതാപം അടിച്ചേൽപ്പിക്കപ്പെട്ട, സുരാദിഭിഹി, ദേവാദികളാൽ, അഭിവന്ദ്യ അംഘ്രിയുഗഃ, അഭിവന്ദനീയമായ പാദയുഗ്മത്തോടുകൂടിയവനായും, ഊർജിത ചണ്ഡശാസനഃ, അത്യുഗ്രമായ ആജ്ഞാശക്തിയോടുകൂടിയവനായും ഇരുന്ന്, രേമേ, സുഖമായി അവിടെ രസിച്ചു വാഴുകയാണ്. 13ാമത്തെ ശ്ലോകം. തം അംഗ മത്തം മധുന ഉരുഗന്ധിന വിവൃത്ത താമ്രാക്ഷം അശേഷധിഷ്ണ്യപാഹ ഉപാസത ഉപായനപാണിഭിഃ വിനാ ത്രിഭിഃ തപോയോഗ ബല ഉജസാം പദം. ഹേ അംഗ, യുധിഷ്ഠിരനോടാണ് കഥ പറയുന്നത്. രാജാവേ, ഉരുഗന്ധിന, മുന്തിയ മണമുള്ള, മധുന, നല്ല മദ്യത്താൽ, മത്തം, ലഹരി കൊണ്ട്, വിവൃത്ത താമ്രാക്ഷം, ചുവന്ന കണ്ണോടുകൂടി, അത് തന്നെ ഇങ്ങനെ ചുഴന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള അവൻ കുടിച്ച് മതോന്മത്തനായ, എന്നാൽ ഈ സ്ഥാനമൊക്കെ നേടിയത് അവന്റെ തപോയോഗ ബലൗജസാം, തപോനിഷ്ഠ, യോഗസിദ്ധി, ദേഹബലം, ഇന്ദ്രിയബലം, ഇവയെല്ലാം ഹിരണ്യകശിപുവിനുണ്ട്. ഇതിനൊക്കെ പദം, ആശ്രയമായിരിക്കുന്നവനുമായ തം, ആ ഹിരണ്യകശിപുവിനെ, ത്രിഭിഃ വിന, ത്രിമൂർത്തികൾ ഒഴികെ, അശേഷധിഷ്ണ്യപാഹ, മറ്റെല്ലാ ലോകപാലന്മാരും, ഉപായന പാണിഭിഃ, കാണിക്കകളൊക്കെ എടുത്തുകൊണ്ടുവന്ന്, ആ കരങ്ങളോടുകൂടി വന്ന് അവനെ ഇങ്ങനെ ഉപാസത, സേവിച്ചിരുന്നു. എന്തൊരു ദുര്യോഗമാണ്! ദേവലോകത്ത് എപ്പോഴും സുഖമാണ് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു അസുരം വന്നു കഴിഞ്ഞാൽ കുറെ നാളത്തേക്ക് അവർക്കും കഷ്ടപ്പാട് തന്നെയാണ്. ഇനി 14ാമത്തെ ശ്ലോകത്തിൽ നാരദ മഹർഷിയാണല്ലോ യുധിഷ്ഠിരന് ഈ കഥ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ നാരദ മഹർഷി പറയാണ്, എന്തിനേറെ പറയുന്നു യുധിഷ്ഠിര, ഈ ഞാനും അവനെ പാടി പുകഴ്ത്തിയിട്ടുണ്ട്. ജഗുഹു മഹേന്ദ്രാസനം ഓജസാ സ്ഥിതം വിശ്വാവസുഹു തുംബുരുഹു അസ്മദാദയഃ ഗന്ധർവസിദ്ധാഃ ഋഷയഃ അസ്തുവൻ മുഹുഹു വിദ്യാധരാഃ അപ്സരസഃ ച പാണ്ഡവ. ഹേ പാണ്ഡവ, യുധിഷ്ഠിര, ഓജസ, പൗരുഷം കൊണ്ട്, മഹേന്ദ്രാസനം ആസ്ഥിതം, ഇന്ദ്രാസനത്തെ അടക്കി വാണിരുന്ന അവനെ, വിശ്വാവസുഹു തുംബുരുഹു അസ്മദാദയഃ, ഇവരൊക്കെയാണ് പാടിപ്പുകഴ്ത്തുന്ന ആളുകൾ, സ്തുതിക്കുന്നവരാണ് ഇവരൊക്കെ. അപ്പോൾ വിശ്വാവസുവും തുംബുരുവും ഞാനുമൊക്കെ ജഗുഹു, അവനെ സ്തുതിച്ചിങ്ങനെ പാടിയിരുന്നു. എന്ത് ചെയ്യാം, വേറെ നിവൃത്തിയില്ല. ഗന്ധർവസിദ്ധാഹ, ഗന്ധർവന്മാരും സിദ്ധദേവന്മാരും,
ഋഷയഃ മാമുനിമാരും വിദ്യാധരാഹ വിദ്യാധരന്മാരും അപ്സരഃ അപ്സരസഃ ച അപ്സര സ്ത്രീകളും മുഹുഹു അസ്തുവൻ തുടരെ അവനെ സ്തുതിച്ച് പാടുകയും ആടുകയും ചെയ്തിരുന്നു. സാധാരണ ഭൂമിയിൽ നടക്കുന്ന യജ്ഞങ്ങളുടെ ഹവിർഭാഗം സ്വീകരിക്കുന്നത് ദേവന്മാരാണ്. പക്ഷെ അതും ഈ ഹിരണ്യകശിപു സ്വീകരിച്ചു തുടങ്ങി. അതാണ് 15-ാമത്തെ ശ്ലോകം. സയേവ വർണ്ണാശ്രമിഭിഃ ക്രതുഭിഃ ഭൂരിദക്ഷിണൈഃ യുജ്യമാനോ ഹവിർഭാഗാൻ അഗ്രഹീത് സ്വേന തേജസ. വർണ്ണാശ്രമിഭിഃ, വർണ്ണാശ്രമധർമ്മങ്ങളെ ആചരിക്കുന്നവരാൽ ഭൂരിദക്ഷിണൈഹി ധാരാളം ദക്ഷിണകളോടെ നടത്തപ്പെടുന്ന ക്രതുഭിഹി യജ്ഞങ്ങളെ കൊണ്ട് സഹയേവ അവൻ തന്നെ യുജ്യമാനഃ സ്വയം ആരാധിതനായി തീർന്ന് സ്വേന തേജസ തൻ്റെ പ്രഭാവത്താൽ ഹവിർഭാഗാൻ ഹവിർഭാഗങ്ങളെയൊക്കെ അഗ്രഹീത് സ്വീകരിച്ചുകൊണ്ടിരുന്നു. 16-ാമത്തെ ശ്ലോകം. അകൃഷ്ടപച്യ തസ്യ ആസീത് സപ്തദ്വീപവതി മഹി തഥാ കാമദുഃഖാദ്യൗഹു തു നാനാ ആശ്ചര്യപദം നഭഃ. സപ്തദ്വീപവതി 7 ഭൂഖണ്ഡങ്ങൾ അടങ്ങിയതായ മഹി ഭൂമി തസ്യ അവന് അകൃഷ്ടപച്യ കൃഷി ചെയ്യാതെ തന്നെ കാർഷിക വിഭവങ്ങൾ നൽകുന്നതായും തഥാ അപ്രകാരം ദ്യൗഹുതു അന്തരീക്ഷമാകട്ടെ കാമദുഃഖ ആഗ്രഹങ്ങളെ ചുരത്തിക്കൊടുക്കുന്നതായും നഭഃ ശൂന്യാകാശം നാനാ ആശ്ചര്യപദം വൈവിധ്യം കലർന്ന അദ്ഭുത വസ്തുക്കൾക്ക് ആസ്പദമായും ആസീത് ഭവിച്ചു. ഈ പ്രകൃതിയിലെ എല്ലാ ദേവീദേവന്മാരും അല്ലെങ്കിൽ ദേവതാ സങ്കല്പങ്ങളും അവനെ പേടിച്ചിട്ടാണോ എന്നറിയില്ല, കൃഷിയൊന്നും ചെയ്യാതെ തന്നെ ഭൂമിയൊക്കെ വിളഞ്ഞു നിൽക്കുന്നുണ്ടാകും. അതുപോലെ അവൻ ആഗ്രഹിക്കുന്നതൊക്കെ അന്തരീക്ഷത്തിൽ നിന്ന് എങ്ങനെയൊക്കെയോ അവന് ലഭിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള അദ്ഭുതങ്ങളും അവിടെ സംഭവിച്ചുകൊണ്ടിരുന്നു. ഇതുപോലെ സമുദ്രവും അവന് വേണ്ടുന്നതെല്ലാം കൊടുത്തു എന്ന് പറയുന്നു. 17-ാമത്തെ ശ്ലോകം. രത്നാകരാഹ ച രത്നൗഘാൻ തത് പത്ന്യഃ ച ഊഹുഹു ഊർമിഭിഃ ക്ഷാര സീധു ഘൃത ക്ഷൗദ്ര ദധി ക്ഷീര അമൃത ഉദഗാഹ. ക്ഷാരം ഉപ്പ്, സീധു മദ്യം, ഘൃതം നെയ്യ്, ക്ഷൗദ്രം തേൻ, ദധി തൈര്, ക്ഷീരം പാല്, അമൃത ഉദകാഹ അമൃതജലം എന്നിവയൊക്കെ ഉള്ള ആ രത്നാകരാഹ 7 സാഗരങ്ങളും തത്പത്ന്യഃ ച ഈ സാഗരത്തിന്റെ പത്നിമാരായിട്ടാണ് നദികളെ കണക്കാക്കുന്നത്. അപ്പോൾ അവയുടെ പത്നികളായ നദികളും തങ്ങളുടെ ഊർമിഭിഹി തിരമാലകളാൽ രത്നൗഘാൻ രത്നജാലങ്ങളെ ഊഹുഹു ഏന്തി നിന്നിരുന്നു. ഹിരണ്യകശിപുവിന് കൊടുക്കാനായിട്ട് എപ്പോഴും ഈ നദിയിലെയും അതുപോലെ കടലിലെയും ഒക്കെ തിരമാലകളിൽ എപ്പോഴും രത്നങ്ങൾ ഉണ്ടാകും. ഇതിങ്ങനെ കൊടുക്കാൻ വേണ്ടി നിൽക്കുന്നത് പോലെയാണ്. 18-ാമത്തെ ശ്ലോകം. ശൈലാഹ ദ്രോണീഭിഃ ആക്രീഡം സർവഋതുഷു ഗുണാൻ ദ്രുമാഹ ദധാര ലോകപാലാനാം ഏക ഏവ പൃഥക് ഗുണാൻ. ശൈലാഹ മലകൾ, ദ്രോണീഭിഃ താഴ്വരകൾ കൊണ്ട് ആക്രീഡം ക്രീഡാസങ്കേതത്തെയും, ദ്രുമാഹ വൃക്ഷങ്ങൾ സർവഋതുഷു എല്ലാ കാലാവസ്ഥകളിലും, ഗുണാൻ പുഷ്പഫലാദികളെയും വഹിച്ചു നിന്നു. അപ്പോൾ മലകളൊക്കെ അവയുടെ താഴ്വാരങ്ങൾ പൂക്കൾ കൊണ്ട് നിറച്ചിട്ട് അവനുള്ള ഉദ്യാനമാക്കി തീർത്തു. വൃക്ഷങ്ങൾ ഏത് കാലത്തും എല്ലാ ഫലങ്ങളും വിളയും എന്ന അവസ്ഥയിലായി. ഇങ്ങനെ ഏകഹ ഏവ അവൻ ഒറ്റയ്ക്ക് തന്നെ ലോകപാലാനാം സകല ലോകപാലന്മാരുടെയും പൃഥക് ഗുണാൻ വെവ്വേറെയുള്ള ധർമ്മങ്ങളെ ദധാര നിർവഹിച്ചു. എന്തെല്ലാം നേടിയാലും അവനവന്റെ ഇന്ദ്രിയങ്ങളെ ജയിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അവൻ ഒരിക്കലും തൃപ്തി ലഭിക്കുകയില്ല. അതാണ് ഇവിടെ ഹിരണ്യകശിപുവിന്റെ കാര്യത്തിലും സംഭവിച്ചത്. 19-ാമത്തെ ശ്ലോകം. സഹയുദ്ധം നിർജിത കകുപ് ഏകരാട് വിഷയാൻ പ്രിയാൻ
യഥാ ഉപജോഷം ഭുഞ്ജാനോ ന അതൃപ്യത് അജിതേന്ദ്രിയഃ. സഹ അങ്ങനെയുള്ള അവൻ ഇത്തം ഈ വിധം നിർജിത കകുബ്, കകുബ് എന്നാൽ ദിക്ക്, എല്ലാ ദിക്കുകളെയും ജയിച്ച് ഏകറാട്ട് ഏകാധിപതിയായി തനിക്ക് പ്രിയാൻ ഇഷ്ടമുള്ള വിഷയങ്ങളെ യഥാ ഉപജോഷം തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഭുഞ്ജാനഹ അനുഭവിക്കുന്നവനായിരുന്നെങ്കിലും അജിതേന്ദ്രിയ ഇന്ദ്രിയങ്ങളെ ജയിക്കാത്തവനാകയാൽ ന അതൃപ്യത് അവനൊട്ടും തൃപ്തി വന്നില്ല. എല്ലാം ഉണ്ടായിട്ടും ഉള്ളിൽ ഒരു സന്തോഷം കിട്ടുന്നില്ല. ഇതാണ് ഇന്ദ്രിയ ജയം സാധിച്ചിട്ടില്ലെങ്കിലുള്ള പ്രശ്നം. ഇന്ദ്രിയ ജയം സാധിച്ചാൽ ഒരിത്തിരി കിട്ടിയാലും ഒരുപാട് കിട്ടിയതുപോലെ ഒരു സന്തോഷമാണ് ഉണ്ടാവുക. എന്നാൽ ഇന്ദ്രിയ ജയം സാധിച്ചില്ല എങ്കിൽ എല്ലാം ഉണ്ടായാലും ഒരു അതൃപ്തിയായിരിക്കും. 20-ാമത്തെ ശ്ലോകം. ഏവം ഐശ്വര്യമത്തസ്യ ദൃപ്തസ്യ ഉച്ഛാസ്ത്രവർത്തിനഃ കാലഃ മഹാൻ വ്യതീയായ ബ്രഹ്മശാപം ഉപേയുഷഃ. ഏവം ഇങ്ങനെ ഐശ്വര്യമത്തസ്യ ഐശ്വര്യത്താൽ മതിമറന്നവനും ദൃപ്തസ്യ അഹങ്കാരിയും ഉച്ചാസ്ത്രവർത്തിനഃ ശാസ്ത്രമര്യാദകളെ അതിലംഘിച്ചിരിക്കുന്നവനും ബ്രഹ്മശാപം സനകാദികളുടെ ശാപത്തെ ഉപേയുഷഃ പ്രാപിച്ചിരിക്കുന്നവനുമായ അവന്റെ മഹാൻ കാലഃ ദീർഘിച്ച കാലം അങ്ങനെ വ്യതീയായ കടന്നുപോയി. ഇങ്ങനെ സുഖിച്ചും സന്തോഷിച്ചും എന്നാൽ തൃപ്തിയില്ലാതെ ഒരുപാട് കാലം അങ്ങനെ ഈ ഹിരണ്യകശിപു വാണു. 21-ാമത്തെ ശ്ലോകം. തസ്യ ഉഗ്രദണ്ഡ സംവിഘ്നാഃ സർവേ ലോകാഃ സപാലകാഃ അന്യത്ര അലബ്ധശരണാഃ ശരണം യയുഃ അച്യുതം. ഇങ്ങനെ തസ്യ അവന്റെ ഉഗ്രദണ്ഡ സംവിഘ്നാഃ കഠിനമായ ശാസനമുറകളാൽ സംഭ്രാന്തരായ സർവേ ലോകാഃ എല്ലാ ലോകവാസികളും അവസാനം സപാലകഃ ലോകപാലന്മാരോടുകൂടി അന്യത്ര മറ്റെങ്ങും അലബ്ധശരണാഃ ശരണം ലഭിക്കാതെ രക്ഷ കിട്ടാതെ അവസാനം അച്യുതം ശരണം യയുഃ മഹാവിഷ്ണുവിനെ തന്നെ ശരണം പ്രാപിച്ചു. ഇനി അവരുടെയൊക്കെ മനസ്സങ്കല്പം ഒരു ശ്ലോകം കൊണ്ട് വർണ്ണിക്കുന്നു. 22-ാമത്തെ ശ്ലോകം. തസ്യൈ നമഃ അസ്തു കാഷ്ഠായൈ യത്ര ആത്മാ ഹരിഃ ഈശ്വരഃ യദ്ഗത്വാ ന നിവർത്തന്തെ ശാന്താഃ സന്യാസിനഃ അമലാഃ. യത്ര യാതൊരിടത്ത് ആത്മാ അഖിലാത്മാവും ഈശ്വരഃ അഖിലേശ്വരനുമായ ഭഗവാൻ ശ്രീഹരി സന്നിധാനം ചെയ്യുന്നുവോ അങ്ങനെയുള്ള ദിക്കിന് നമസ്കാരം എന്നാണ് പറയുന്നത്. ഇനി ആ ദിക്കിന്റെ ഒരു പ്രത്യേകതയാണ് അടുത്തത് പറയുന്നത്. ശാന്താഹ അമലാഹ സംയമികളും നിർമ്മലന്മാരുമായ സന്യാസിനഹ സന്യാസിമാർ യത് ഗത്വ യാതൊരിടത്ത് എത്തിച്ചേർന്നാൽ പിന്നെ ന നിവർത്തന്തേ തിരിച്ചു വരികയില്ലയോ തസ്യൈ കാഷ്ഠായൈ ആ ദിക്കിനായി കൊണ്ട് നമഃ അസ്തു നമസ്കാരം. 23-ാമത്തെ ശ്ലോകം. ഇതി തേ സംയതാത്മാനഃ സമാഹിതധിയഃ അമലാഃ ഉപതസ്തുഃ ഹൃഷീകേശം വിനിദ്ര വായുഭോജനാഃ. ഇതി സംയതാത്മാനഃ ഇങ്ങനെ സങ്കൽപ്പിച്ച് ഇന്ദ്രിയങ്ങളെയൊക്കെ നിയന്ത്രിച്ച് അങ്ങനെ നിയന്ത്രിതമായ ഇന്ദ്രിയ വ്യാപാരത്തോടു കൂടിയവരായും സമാഹിതധിയഃ ഏകാഗ്രമായ ബുദ്ധിയോടു കൂടിയവരായും അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായി അമലാഹ നിർമ്മലമായ ഹൃദയത്തോടു കൂടിയവരായി ഭവിക്കും. അങ്ങനെ ഭവിച്ച അവർ തേ വിനിദ്രാഹ ഉറക്കമില്ലാതെ വായുഭോജനാഹ വായു മാത്രം ആഹാരമാക്കിക്കൊണ്ട് ഋഷികേശം ഭഗവാൻ ശ്രീനാരായണനെ ഉപതസ്തുഹു സ്തോത്രം ചെയ്തു. ഇങ്ങനെ അവർ ഭഗവാനെ സ്തുതിച്ചതിൻ്റെ ഫലമായിട്ട് ഒരു അശരീരി വാക്യമാണ് ഭഗവാൻ അവരെ കേൾപ്പിച്ചത്. 24-ാമത്തെ ശ്ലോകം. തേഷാം ആവിരഭൂത് വാണി അരൂപാ മേഘനിസ്വന സന്നാദയന്തി കകുഭഃ സാധൂനാം അഭയം കരി.
മേഘനിസ്വനാഹ ഗർജനം പോലെയുള്ളതും, കകുഭഹ ദിക്കുകളെയൊക്കെ സന്നാദയന്തി മാറ്റൊലി കൊള്ളിക്കുന്നതും, സാധൂനാം അഭയം ഗരി സാധുക്കളുടെ ഭയപ്പാടിനെ അകറ്റുന്നതുമായിട്ടുള്ള, അരൂപ രൂപമില്ലാത്ത വാക്ക്, അതാണ് അശരീരി. അശരീരിയായ വാണി വാക്കിനെ തേഷാം ആവിരഭൂത് അവർക്ക് അനുഭവപ്പെട്ടു. 25-ാമത്തെ ശ്ലോകം. മാ ഭൈഷ്ട വിബുധശ്രേഷ്ഠാഃ സർവേഷാം ഭദ്രം അസ്തുവഃ മദ്ദർശനം ഹി ഭൂതാനാം സർവശ്രേയ ഉപപത്തയേ. ഹേ വിബുധശ്രേഷ്ഠാഃ ദേവോത്തമന്മാരെ, മാ ഭൈഷ്ട ഭയപ്പെടരുത്, വഹ സർവേഷാം നിങ്ങൾക്കെല്ലാവർക്കും, ഭദ്രം അസ്തു നന്മ വരട്ടെ, ഹി എന്തെന്നാൽ, മദ്ദർശനം എന്റെ സാക്ഷാത്കാരം, ഭൂതാന പ്രാണികൾക്ക്, സർവശ്രേയോപപത്തയേ സകല ശ്രേയസ്സുകളുടെയും സംപ്രാപ്തിക്ക് ഉതകുന്നതാകുന്നു. 26-ാമത്തെ ശ്ലോകം. ജ്ഞാതം ഏതസ്യ ദൗരാത്മ്യം ദൈതേയ അപസദസ്യ ച തസ്യ ശാന്തിം കരിഷ്യാമി കാലം താവത് പ്രതീക്ഷത. ദൈതേയ അപസദസ്യ അസുരന്മാരിൽ അധമനായുള്ള ഏതസ്യ ഈ ഹിരണ്യകശിപുവിന്റെ ദൗരാത്മ്യം ദുഷ്ടതയൊക്കെ ജ്ഞാതം ച എനിക്കറിവുള്ളത് തന്നെയാണ്. പക്ഷേ എല്ലാറ്റിനും ഒരു സമയമുണ്ട്. അതുകൊണ്ട് അതുവരെ ഒന്ന് കാത്തിരിക്കാൻ പറയുന്നു. പക്ഷേ എന്നാലും ഞാൻ അത് ചെയ്തു തരുമെന്ന് ഉറപ്പും കൊടുക്കുന്നു. തസ്യ ശാന്തിം കരിഷ്യാമി നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങളുടെ ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഞാൻ ചെയ്തു കൊള്ളാം. കാലം താവത് പ്രതീക്ഷത അല്പകാലം കൂടി കാത്തിരിക്കുവിൻ. അപ്പോൾ മുൻപ് ഒരു ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞിരുന്നു, നമ്മുടെ കഷ്ടകാലം തീരാൻ ഒരു സമയം ആ കാലം നിശ്ചയിച്ചിട്ടുണ്ട്. ആ നിശ്ചയിച്ചത്രയും കാലം അതങ്ങനെ തന്നെ നിൽക്കും. അതിനിടയിൽ ഇനി എന്ത് വഴിപാട് കഴിച്ചാലും പൂജ കഴിച്ചാലും അത് മാറുകയില്ല. എങ്കിൽ പിന്നെ ഈ പൂജയൊക്കെ കഴിക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ആ മനസ്സാന്നിധ്യമുണ്ടെങ്കിൽ, മനസ്സിനെ ഭഗവാനിൽ ഉറപ്പിച്ചുകൊണ്ട് നിർത്താൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ പൂജയുടെയും വഴിപാടിന്റെയും ഒന്നും ആവശ്യമില്ല. പക്ഷെ ഇതൊക്കെ ചെയ്യുന്നത് ഈ കഷ്ടകാലത്ത് നമുക്ക് മനസ്സിനൊരു ഉറപ്പ് കിട്ടാനാണ്, ഒരു ബോധം, അല്ലെങ്കിൽ എനിക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്, ഭഗവാൻ എന്തെങ്കിലും ചെയ്യും, ഞാൻ ചില കാര്യങ്ങൾ ഭഗവാന് വേണ്ടി ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഭഗവാന്റെ ഒരു ശ്രദ്ധ എന്നിലേക്ക് വരുത്താൻ ഞാൻ ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന ഒരു മനഃശാസ്ത്രപരമായ ഒരു കാര്യം നമ്മളിൽ സംഭവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വഴിപാടുകളും പൂജയും ഒക്കെ ഈ കഷ്ടകാലത്ത് ചെയ്യണം എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്തില്ലെങ്കിലും ആ സമയം കഴിഞ്ഞാലേ കാര്യങ്ങൾ നേരെയാവുകയുള്ളൂ. അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കിയാൽ ഈ ഇടയ്ക്കിടെയുള്ള നമ്മുടെ പരാതി പറച്ചിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ആ സമയവും കൂടെ നമുക്ക് ഭഗവാനെ ഭജിക്കാം. അപ്പോൾ ഭഗവാൻ പറയുന്നത്, കുറച്ചു നാൾ കൂടെ കാത്തിരിക്കൂ, പക്ഷെ വിഷമിക്കേണ്ട, ഞാൻ എന്തായാലും ഇതിനൊരു പരിഹാരം കണ്ടിരിക്കും. ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ.